ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജനുവരി 28. ഹിന്ദുത്വ വർഗീയതയുടെ ഭീകരാഗ്നി. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഐക്യവും മതനിരപേക്ഷതയും എത്രനാൾ നിലനിൽക്കുമെന്ന ആശങ്കയും വർദ്ധിക്കുകയാണ്. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള കേന്ദ്ര ഭരണാധികാരികളുടെ കുൽസിത നീക്കങ്ങളാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് എവിടെയും വർഗീയ കലാപമുണ്ടാക്കാനാണ് സംഘപരിവാർ ശക്തികൾ തുടർച്ചയായി ശ്രമിക്കുന്നത്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട നാട്ടിൽ മതവിദ്വേഷം പടർത്തി തമ്മിലടിപ്പിക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം വർഗീയ കലാപം 84% വർദ്ധിച്ചുവെന്ന ഞെട്ടിക്കുന്ന കണക്കാണ് സെൻറ്റർ ഫോർ സൊസൈറ്റി ആൻഡ് സെക്യുലറിസം പുറത്തുവിട്ടത്. 2023 32 വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം 59 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവയിൽ മഹാഭൂരിപക്ഷവും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് 46 വർഗീയ സംഘർഷങ്ങൾ നടന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും കലാപങ്ങൾ അരങ്ങേറി. അങ്ങേയറ്റം ഭയാനകമായ സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്ന് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുത്വ വർഗീയതയുടെ ഭീകരാഗ്നി രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആളിക്കത്തുന്നു. നിരപരാധികളായ മനുഷ്യർ ജീവനോടെ ചുട്ടെരിക്കപ്പെടുന്നു. പച്ച മനുഷ്യരെ വെട്ടിനുറുക്കുന്നു. 1992 ബാബറി മസ്ജിദ് തകർത്ത ശേഷം ഹിന്ദുത്വ വർഗീയത പടർന്നു പിടിക്കുകയായിരുന്നു. 2002 ഗുജറാത്ത് വംശഹത്യ മറ്റൊരു ഘട്ടമായിരുന്നു. ഇതിൻ്റെയെല്ലാം തുടർച്ചയാണ് അടിക്കടി അരങ്ങേറുന്ന വർഗീയ സംഘർഷങ്ങൾ. ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സംഘർഷങ്ങൾ. BJP സർക്കാരുകൾ തന്നെ നേരിട്ടിറങ്ങി വർഗീയ ലഹളയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നതും പുതിയ കാലത്തെ സവിശേഷതയാണ്. ബുൾഡോസറുകൾ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തുന്നതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത്. ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന ധാർഷ്ട്യത്തിലാണ് BJP സർക്കാരുകൾ. വിവിധ മതങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ സംഘർഷം സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതും പതിവായി. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇവരെ ജാമ്യം പോലും കിട്ടാതെ തുറുങ്കിലിടുന്നത്. സംഘർഷങ്ങളുടെ മറവിൽ ആളുകളെ കൊന്നൊടുക്കുന്നതിന് പുറമെ വൻ നാശനഷ്ടങ്ങളും ഉണങ്ങാത്ത മുറിവുകളുമുണ്ടാക്കി വിശ്വാസികൾക്കിടയിൽ പകയുണ്ടാക്കുകയാണ് തന്ത്രം. അങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ച് മതരാഷ്ട്ര സ്ഥാപനത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുകയാണ് സംഘപരിവാർ അജണ്ട. BJP സർക്കാരുകളുടെ ഗോവധ നിരോധം, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പദ്ധതികളെല്ലാം ഇതിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ലക്ഷ്യമിട്ടാണ് കലാപങ്ങളെല്ലാം. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞത് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 2014 ക്രൈസ്തവർക്കെതിരെ 127 ആക്രമണം ഉണ്ടായപ്പോൾ 2024 834 വർദ്ധിച്ചു. രാജ്യത്ത് വർഗീയവാദികൾക്ക് ഇടം കൊടുക്കാത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസം റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടും സമൂഹത്തിൽ ഇടതുപക്ഷ ആശയത്തിന് മേൽക്കൈ ഉള്ളതുകൊണ്ടുമാണ് കേരളത്തിൽ വർഗീയവാദികൾക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തത്. മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള കേന്ദ്ര ഭരണക്കാരുടെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് മതനിരപേക്ഷ ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കരുത്താർജിച്ചേ മതിയാകൂ. ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തമാക്കുക മാത്രമാണ് അതിനുള്ള പോംവഴി.